ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. അധ്യാപക ദിനത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ teachersday.ott എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ തുറന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യുക. അത് ചെയ്തു നോക്കുവാനായി ആദ്യം നമുക്ക് ഹോം തുറക്കാം. അതിനുവേണ്ടി പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലാണ് ഫയൽ ഉള്ളത്. അതുകൊണ്ട് എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുന്നു. teachersday.ott എന്ന ഫയൽ ഇതാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഇതിനെ സേവ് ചെയ്യണം. രജിസ്റ്റർ നമ്പർ ഫയൽ നാമമായി കൊടുത്ത് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവാസ് എന്ന ഓപ്ഷൻ എടുത്താണ് ആദ്യം സേവ് ചെയ്യേണ്ടത്. സേവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന ക്രമത്തിൽ പേര് കൊടുത്തതിന് ശേഷം ഹോമിലെ എക്സാം 10ലാണ് സേവ് ചെയ്യേണ്ടത്. ഹോം സെലക്ട് ചെയ്യുന്നു. ഇതിലെ എക്സാം 10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം 10 ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ചോദ്യത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ജാലകം തുറന്ന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈലിൽ താഴെ പറയുന്ന മാറ്റം വരുത്തുക. മാറ്റം വരുത്തുവാനുള്ളത് ഇതാണ്. ഫോണ്ട് കളറാണ് മാറ്റം വരുത്തേണ്ടത്. റെഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഫോണ്ട് കളർ റെഡ് എന്ന് തന്നിരിക്കുന്നു. ഹെഡിംഗ് 1 എന്ന സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. അത് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ഇവിടെ സ്റ്റൈൽ ബോക്സിൽ വലതുഭാഗത്ത് കാണുന്ന അപ്ലൈ സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിരവധി സ്റ്റൈലുകൾ കാണുന്നുണ്ട്. അതിലെ ഹെഡിംഗ് 1 എന്ന സ്റ്റൈലിനാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇവിടെ താഴെ കാണുന്ന മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റൈൽ ബോക്സ് വലതുഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റം വരുത്തുവാനായതുകൊണ്ട് മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പുതിയ സ്റ്റൈലാണെങ്കിൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മോഡിഫൈ എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. മാറ്റം വരുത്തണമെങ്കിൽ മോഡിഫൈ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിരവധി ടാബുകളുണ്ട്. നമുക്ക് ആവശ്യമായ ടാബുകൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇവിടെ ഫോണ്ട് കളറാണ് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ഫോണ്ട് ഇഫക്ട്സ് എന്ന ടാബിൽ കളർ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഫോണ്ട് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോണ്ട് കളർ റെഡ് ആണ് പറഞ്ഞിരുന്നത്. ഇവിടെ റെഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫോണ്ട് കളർ റെഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഹെഡിംഗ് 1 എന്നതിന് വന്ന മാറ്റം ശ്രദ്ധിക്കുക. ചുവപ്പ് നിറമായിട്ട് മാറിയിട്ടുണ്ട്. ഹെഡിംഗ് 1 എന്നതിന് ചുവപ്പ് നിറമായി മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ഫയലിലെ പ്രധാന തലക്കെട്ടുകൾക്ക് ഈ സ്റ്റൈൽ നൽകുക എന്നുള്ളതാണ്. സ്റ്റൈൽ നൽകി നോക്കാം. പ്രധാന തലക്കെട്ടുകൾ സെലക്ട് ചെയ്യുന്നു. പ്രത്യേക പരിപാടികൾ എന്നത് സെലക്ട് ചെയ്തു. അടുത്ത തലക്കെട്ട് സെപ്റ്റംബർ 5 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ക്ലോൺ ടൂൾ ഉപയോഗിച്ചും സെലക്ട് ചെയ്യാം. കൂടുതൽ എളുപ്പം ഇതായതുകൊണ്ടാണ് കൺട്രോൾ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ഹെഡിങ്ങുകളും ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഹെഡിങ്ങുകളെല്ലാം ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൈലിനെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ സ്റ്റൈൽ ബോക്സിൽ ഹെഡിംഗ് 1 എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈല് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തെല്ലാം വന്നു കഴിഞ്ഞു. നമുക്ക് പരിശോധിക്കാം. എല്ലാ ഭാഗത്തും ഹെഡിങ്ങിന്റെ ഭാഗത്ത് ആ സ്റ്റൈല് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിലെ മൂന്നാമത്തെ ഭാഗവും ചെയ്തു കഴിഞ്ഞു. ഇനി നാലാമത്തെ ഭാഗം ചെയ്തു നോക്കാം. ആദ്യ പേജിൽ ഏറ്റവും മുകളിലായി ഒരു ഇൻഡെക്സ് ടേബിൾ ഉൾപ്പെടുത്തി സേവ് ചെയ്യുക. ഇൻഡെക്സ് ടേബിൾ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ ഹെഡിങ്ങുകൾക്ക് സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ഹെഡിങ്ങുകൾക്ക് സ്റ്റൈൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കുന്ന ഭാഗത്ത് മൗസ് പോയിന്റർ എത്തിച്ച് ക്ലിക്ക് ചെയ്യുക. പേജിന്റെ തുടക്കത്തിലാണ് ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പേജിന്റെ തുടക്കത്തിൽ
മൗസ് പോയിന്റർ എത്തിച്ച് ക്ലിക്ക് ചെയ്തു. ഇനി ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. മെനു ബാറിൽ ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്നതിന് നേരെ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടൈപ്പ് ആൻഡ് ടൈറ്റിൽ എന്ന ഭാഗത്ത് ഉള്ളടക്ക പട്ടിക എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇൻഡെക്സ് ടേബിൾ എന്ന് പേര് കൊടുക്കാം. ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തതായതുകൊണ്ട് മലയാളത്തിൽ ഉള്ളടക്ക പട്ടിക എന്ന് ചേർത്ത് കൊടുക്കുന്നു. പേര് ചേർത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേർക്കാം. എന്നാൽ ചോദ്യത്തിൽ അത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല. മാത്രമല്ല, ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ, ഇൻഡെക്സ് ടേബിൾ എന്ന വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഡെക്സ് ടേബിൾ ഇവിടെ വന്നു കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് ഡിഫാൾട്ട് കളറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിനെ സേവ് ചെയ്യണം. ആദ്യം നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്തിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഇത് സേവ് ചെയ്യുമ്പോൾ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യും.